നമസ്കാരം. യൂട്യൂബിലൂടെ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടിയുമായി നടി ലക്ഷ്മിപ്രിയ രംഗത്ത്. തനിക്കെതിരെ അപകീർത്തികരമായ ഉള്ളടക്കം പ്രചരിപ്പിച്ച 93 വീഡിയോകളുടെ ലിങ്കുകളും അവയുടെ തംബ്നെയിൽ സ്ക്രീൻഷോട്ടുകളും സഹിതം നടി സൈബർ പോലീസിൽ പരാതി നൽകി. യൂട്യൂബർമാർ മാത്രമല്ല, ഒരു കാലത്ത് മലയാള സിനിമയിൽ വലിയ ആളായിരുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന ചില മുതിർന്ന വ്യക്തികളും തനിക്കെതിരെ അധിക്ഷേപകരമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ടെന്ന് ലക്ഷ്മിപ്രിയ ആരോപിച്ചു. തന്നെ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവഹേളിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നടി വ്യക്തമാക്കുകയും ചെയ്തു. ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. മംഗലശ്ശേരി നീലകണ്ഠൻ സ്ത്രീ വേർഷൻ. കാളിവീട്ടിൽ ലക്ഷ്മിപ്രിയ. മദ്യപാനം, ചീട്ടുകളി, ഗുണ്ടായിസം. മദ്യപിക്കാനുള്ള കരിക്ക് വെട്ടിയെടുക്കാൻ മാത്രം 5 ഏക്കർ തെങ്ങിൻ തോപ്പ് വാങ്ങിയിട്ടിരിക്കുന്നു. നർത്തകന്മാരെ കൊണ്ടുവരണം. അവരെ നൃത്തം ചെയ്യുമ്പോൾ കളിയാക്കണം. അവർ ചിലങ്ക വലിച്ച് മുഖത്തേക്ക് എറിയണം. 20 ലക്ഷവും 40 ലക്ഷവും ചുമ്മാ പറ്റിക്കണം. എന്നിട്ട് അതിനും തെങ്ങിൻ തോപ്പ് വാങ്ങണം. ആ പുതിയ തോട്ടത്തിൽ വെച്ച് ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത അവൻ്റെയൊക്കെ അമ്മമാരെ ഉൾപ്പെടെ ചീത്ത മാത്രം പറഞ്ഞ് ജീവിക്കുന്ന യൂട്യൂബർമാരെ വിളിച്ച് ഒരു പാർട്ടി കൊടുക്കണം. നല്ല കശുമാവിൻ വാറ്റ് ഇളനീരൊഴിച്ചു കൊടുക്കണം. എന്നിട്ട് എൻ്റെ ഗുണ്ടകളെ കൊണ്ട് തല്ലി നടുവൊടിക്കണം. ദാരികന്റെ ശിരസ് പിളർന്നതുപോലെ അല്ല മക്കളെ. ജരാസന്ധനെ ഒരു കാലിൽ പിടിച്ചു മറ്റേ കാൽ വലിച്ചു കീറി തല തിരിച്ചിട്ട ഭീമസേനനെ പോലെ പോയി പണിയെടുത്ത് ജീവിക്കടാ. ജീവിപ്പിക്കും. എൻ്റെ തെങ്ങിൻ തോപ്പിൽ നിന്നെയൊക്കെ തൂമ്പായെടുത്ത് കിളയ്ക്കാൻ നിർത്തും ഞാൻ. നിന്നെയൊക്കെ പണിയെടുത്ത് തന്നെ ജീവിപ്പിക്കും. ഒരു കാലത്ത് മലയാള സിനിമയിൽ എന്തോ ആയിരുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന ചില കിഴവന്മാരുമുണ്ട്. നാക്കിന് മാത്രം ആരോഗ്യമുള്ള മുതുവന്മാർ. മക്കളെ ഒന്നും ചെറുപ്പത്തിൽ പണിയെടുത്ത് നോക്കി കാണൂല. വയസ്സായപ്പോൾ അവരും തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ കണ്ണിൽ കണ്ടതുപോലെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ട് പോലുമില്ലാത്ത ആളുകളെ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ പറ്റി എന്ത് അപരാധവും പറയും. അവന്മാർക്കും പണി കൊടുക്കും. എഴുതിച്ചു നിൽക്കാൻ ജീവനില്ലല്ലോ. വല്ല ലോട്ടറിയോ ഉപ്പ് സോഡയോ വിൽക്കട്ടെ. നീലകണ്ഠനാ പറയുന്നത്, അല്ല കാളിവീട്ടിൽ ലക്ഷ്മിപ്രിയയാണ് പറയുന്നത്. ഇനി NB ആയിട്ട് കുറിച്ചിരിക്കുന്നത്, കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഇൻഫോ പാർക്കിൽ സൈബർ സെൽ വിഭാഗത്തിൽ പരാതി കൊടുക്കുകയും 2 ദിവസങ്ങൾക്ക് ശേഷം സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല, 93 വീഡിയോകൾ, അവയുടെ ലിങ്കുകൾ, തംബ്നെയിൽ സ്ക്രീൻഷോട്ടുകൾ ഇവ പെൻഡ്രൈവിൽ കൊടുത്തിട്ടുണ്ട്. വീരവാദം പറഞ്ഞിരുന്നവർ ചിലരൊക്കെ വീഡിയോ ഹൈഡ് ചെയ്ത് ഓടിയിട്ടുമുണ്ട്. എന്നാൽ കേരള പോലീസിനെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണാം. എൻ്റെ പോരാട്ടം ഇവന്മാർ വീഡിയോ ചെയ്യുന്ന മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയാണ്. ഞാനും നിങ്ങളുമൊക്കെ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അവരും പോയി പണിയെടുത്ത് ജീവിക്കട്ടെ. പരദൂഷണം പറയാതെ. ലക്ഷ്മിപ്രിയ.